പക്ഷേ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് വൈകാരികത ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളെ ആ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അദ്ദേഹം മുസൈലിമത്തുൽ കദ്ദാബിന്റെ അനുയായിയാണ്, കള്ളപ്രവാചകനാണെന്ന് വരെ സുന്നി വേദിയിൽ എഴുതി വെച്ചത് അദ്ദേഹം മരിച്ചതിന് ശേഷം പോലും തിരുത്തിയിട്ടില്ല. ഞങ്ങൾ ഇവർ തമ്മിലുള്ള വ്യത്യാസത, ഞങ്ങൾക്ക് ഒരു അബദ്ധം വന്ന് ആരെങ്കിലും പറഞ്ഞാൽ അങ്ങനെ വന്നു പറയും. ഇവരങ്ങനെയല്ല. നിങ്ങൾ കേട്ടോളൂ, മാനു ചത്തു എന്ന് ഇവർ പറഞ്ഞതായി ഔദ്യോഗിക സമസ്തയുടെ അബ്ദുറഹിമാൻ കല്ലായിയുടെ പ്രസംഗം നിങ്ങളൊന്ന് കേൾക്കുക. അതോടെ പൂജ്യായി, പൂജ്യാണ്. താജുൽ ഉലമ പൂജല്ലുലമാണ്, പൂജല്ലുലമ താജുൽ ഉലമ പൂജ്യമാണ്. ഇപ്പൊ എന്താ പറഞ്ഞത് KT മാലുസ്താദിനെ പറ്റി? അയാളെന്ന് പറഞ്ഞു എന്റെ പൊരുത്തക്കേടാണ്, സ്റ്റേജിന്മേൽ വീണ് കാഫറായി ചത്തുപോയി. സുബ്ഹാനല്ലാഹ്. സഹോദരങ്ങളെ, അബ്ദുറഹിമാൻ കല്ലായി എന്ന് പറയുന്ന ഔദ്യോഗിക സമസ്തയുടെ നേതാവാണ് പറയുന്നത്, മാനു മുസ്ലിയാർ മരിച്ചപ്പോ കുരുത്തക്കേട് പറ്റിയിട്ട് സ്റ്റേജ് മുതൽ വീണ് ചത്തു. ഇത് മാനു മുസ്ലിയാർ, ഇത് അബ്ദുറഹിമാൻ കല്ലായി മാത്രമല്ല, അതേപോലെ തന്നെ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരും സംസാരിച്ചിട്ടുണ്ട്. സമയമില്ലാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, ഇത്തരത്തിൽ ചത്തു എന്ന വാക്ക് മുമ്പൊക്കെ ചില അന്യ സമുദായക്കാരുടെ പേരിൽ പോലും ഇന്ന് അതും പോലും പോയി മരിച്ചു എന്ന സ്ഥലത്ത് ചത്തു എന്ന വാക്ക് വരെ പറഞ്ഞ് അപമാനിക്കുന്ന അവസ്ഥയുണ്ടായിട്ട് ഇതൊന്ന് തിരുത്താൻ കാന്തപുരം സമസ്ത തയ്യാറായിട്ടുണ്ടോ? ഇന്ന് വരെ തയ്യാറായിട്ടില്ല. ഇതാണ് ഈ വിഷയത്തിൽ ഞങ്ങളും അവരും തമ്മിലുള്ള വ്യത്യാസം. സഹോദരങ്ങളെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആദർശം ജനങ്ങളെ അറിയിച്ചു കൊടുക്കുക എന്നതിൽ ഒരു വിട്ടുവീഴ്ചയും ഈ പ്രസ്ഥാനം ഒരിക്കലും സ്വീകരിക്കാറില്ല. എന്നാൽ ഈ പ്രസ്ഥാനത്തെ എതിർത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ അവർ മാനദണ്ഡമാക്കുന്നത് യഥാർത്ഥത്തിൽ പ്രമാണങ്ങളല്ല, ഖുർആനോ ഹദീസോ അല്ല. ഏതുവരെ എന്ന് ചോദിച്ചാൽ തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി ജനങ്ങളോട് ചില കാര്യങ്ങൾ പറയുമ്പോ ആ പറയുന്ന കാര്യങ്ങൾ സാധാരണക്കാർക്ക് പോലും ഒരു പൊട്ടത്തരമാണ് പറയുന്നതെന്ന് ബോധ്യമാകുന്ന തരത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഞാനൊരു ഉദാഹരണം പറയട്ടെ. ഔദ്യോഗിക സമസ്തയും അതേപോലെ തന്നെ കാന്തപുരം സമസ്തയും തമ്മിലുള്ള ഭിന്നിപ്പിന്റെ ഇടയിൽ ഔദ്യോഗിക സമസ്ത ശരിയല്ല, അതല്ല ശരിയായ പാത എന്ന് അറിയിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഒരു മുസ്ലിയാർ സംസാരിക്കുകയാണ്. ആ മുസ്ലിയാർ കൂട്ടുപിടിക്കുന്നത് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. എന്താ മുസ്ലിയാർ സംസാരിക്കുന്നത്? ജിദ്ദയിലുള്ള ഒരു EK സമസ്തക്കാരനായ ഒരാള്, അയാൾ ഇങ്ങനെ അള്ളാന്റെ റസൂലിനെ സ്വപ്നം കാണാൻ വേണ്ടി സ്വലാത്ത് ചൊല്ലി അങ്ങനെ സ്വലാത്ത് വല്ലാതെ ചൊല്ലിയപ്പോ ഒരു ദിവസം അയാൾ റസൂലുള്ളയെ സ്വപ്നം കാണാണ്. അങ്ങനെ സ്വപ്നം കാണാൻ വേണ്ടി അദ്ദേഹം ആ സ്വപ്നത്തില് ഒരു വലിയ ക്യൂവിന്റെ പിന്നിൽ പോയി നിൽക്കുകയാണ്. അങ്ങനെ ചെന്ന് നോക്കുമ്പോ റസൂലുള്ളയല്ല, കാന്തപുരത്തിനാ അവിടെ കുത്തിയിരിക്കുന്നത്. കാന്തപുരം അവിടെ ഇരിക്കുന്നത് തൊട്ടടുത്ത റൂമിൽ റസൂലുള്ളയുണ്ട്. ആ റസൂലുള്ളയെ കാണാൻ വേണ്ടി ടിക്കറ്റ് കൊടുക്കാണ് കാന്തപുരം. ഇരിക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് അല്ലട്ടോ, AP അബൂബക്കർ മുസ്ലിയാരാണ്. ഒരു മുസ്ലിയാര് നൂറുകണക്കിന് ആളുകളെ വെച്ച് സംസാരിച്ച രംഗം സഹോദരങ്ങളെ നിങ്ങളൊന്ന് കാണുക. നമ്മുടെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, ജിദ്ദയിൽ AP ഉസ്താദിന്റെ എതിരിൽ മാത്രം പ്രവർത്തിച്ചിരുന്നൊരു വ്യക്തി, അയാൾ ഉസ്താദിനോട് പെട്ടെന്ന് ഉസ്താദിനോട് സ്നേഹം, ഉസ്താദിന്റെ പ്രവർത്തകരോട് സ്നേഹം, ഉസ്താദിന്റെ കൂടെയുള്ളവരോട് സ്നേഹം, ഉസ്താദിന്റെ ഗ്രൂപ്പിലെ പണ്ഡിതന്മാരോട് സ്നേഹം, അവർക്കൊക്കെ കൂടി സ്വീകരണം എന്തൊക്കെ ജിദ്ദയിൽ ഏർപ്പെടുത്തിയത്ര. അപ്പോ ഇയാളോട് ചോദിച്ചു, എന്ത് നിങ്ങൾ ഇങ്ങനെ പെട്ടെന്നൊരു പരിവർത്തനം എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ, അയാൾ ഈ വിഭാഗത്തിനാണ്, എന്താ തുറന്നു പറഞ്ഞതിന് തകരാറൊന്നുമില്ല, ഒക്കെ അങ്ങനെ പുറത്തിപ്പോ പരസ്യമായിട്ടുള്ളതല്ലേ. അയാൾ പറയാണ്, ഞാൻ ഉസ്താദിന്റെ എതിരിലാണ്, പക്ഷെ ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ വളരെയധികം പരിശ്രമിച്ചവരാണ്. അതിനുള്ള ഏക വഴി സ്വലാത്ത് ചൊല്ലലാണ്. സ്വലാത്ത് ചൊല്ലി അവസാനം അടുത്ത് ഞാനൊരു സ്വപ്നം കണ്ടു. എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ വേണ്ടി ഒരു വലിയ സഫ്, ഒരു വലിയ ക്യൂ ഞാൻ കണ്ടു. ഞാൻ അതിൽ ചെന്ന് നിന്നു. നട്ടുച്ച ടൈം, വേറെത്തൊഴുകുന്നു. ഏതായാലും കാലങ്ങളായില്ലേ നബിയെ കാണാൻ ആഗ്രഹിക്കുന്നു, ഇനി ഇതിൽ നിന്ന് പിന്തിരിയുന്ന പ്രശ്നമില്ലാന്ന് മനസ്സിലാക്കി ആ വലിയ ക്യൂവിന്റെ പിന്നിൽ ഞാനും കൂടി അങ്ങനെ നടന്ന് ഒരു റൂമിലാണ് റസൂലുള്ളത് എന്നാണ് കേൾക്കുന്നത്. അതേക്കങ്ങ് കാലെടുത്ത് വെക്കുമ്പോൾ അവിടെ നബിയല്ല ഉള്ളത്, കാന്തപുരം ഉസ്താദാണുള്ളത്, AP ഉസ്താദാണുള്ളത്. സുബ്ഹാനല്ലാഹ്, എന്താ പരിപാടി? AP ഉസ്താദ് ടിക്കറ്റ് കൊടുക്കുന്നു. എന്തിന്? അപ്പുറത്തെ റൂമിൽ റസൂലുള്ള ഇരിക്കുന്നുണ്ട്.
ആ നബിയെ കാണാൻ എ പി ഉസ്താദ് ടിക്കറ്റ് കൊടുക്കുന്നു. ആ ടിക്കറ്റ് വാങ്ങി ഞാൻ അടുത്ത റൂമിൽ കയറിയപ്പോൾ അവിടെ റസൂലുള്ളാഹി തങ്ങൾ ഇരിക്കുന്നു. ഞാൻ മനസ്സിലാക്കി അല്ലാഹുവിന്റെ റസൂലിലേക്കെത്താൻ ഇക്കാലത്ത് പറ്റിയവരുണ്ടെങ്കിൽ ഞാൻ തുടരുന്ന വിഭാഗമല്ല, മറിച്ച് കാന്തപുരം മാത്രമാണ്. ഞാൻ അതോടുകൂടെ എന്റെ ഗ്രൂപ്പ് വിട്ടു. അപ്പൊ ഗ്രൂപ്പ് വിട്ടു വയലാണ്. എന്തേ? ഔദ്യോഗിക സമസ്ത അല്ല ശരി. 40 അംഗ സമസ്തയെന്ന് 6 ആൾ ഇറങ്ങിപ്പോന്ന് ബാക്കി 34 ആളെ ചേർത്ത് വിഘടിത സമസ്ത ഉണ്ടാക്കി കാന്തപുരം സമസ്ത. ഈ കാന്തപുരം സമസ്തയാണ് പരലോകത്ത് വിജയിക്കുക. തെളിവുണ്ടാക്കുകയാണ്. സ്വപ്നം കണ്ടതാണ്. ഒരാൾ ഇങ്ങനെ സ്വലാത്തല്ലാണ് നബിനെ കാണാൻ വേണ്ടി. അവസാനം മൂപ്പര് സ്വപ്നം കണ്ട് ക്യൂല് നിന്ന് ചെന്ന് നോക്കുമ്പോ കാന്തപുരം എപ്പിയൊക്കെ മുസ്ലിയാർ ഇങ്ങനെ ടിക്കറ്റ് കൊടുക്കാണ് നബിനെ കാണുന്ന ആൾക്കാർക്ക്. മൂപ്പര് നബിന്റെ പി ആയിട്ട് മാറിയിട്ടുണ്ട് അത്രേ. ആലോചിച്ച് നോക്കൂ. അപ്പം മൂപ്പർക്ക് മനസ്സിലായേ ഞാൻ തുടരുന്ന വിഭാഗം അല്ല ശരി, മറിച്ച് ഏതാ ശരി? യഥാർത്ഥത്തിൽ ശരി കാന്തപുരം സമസ്തയാണെന്ന് ഞാൻ മനസ്സിലാക്കി. സ്വപ്നാണ് കേട്ടോ തെളിവ്. എങ്കിൽ നിങ്ങൾ കേട്ടോളൂ. ഇത് ഷാഫി മദ്ഹബ് എന്ന് പറയുന്ന ഗ്രന്ഥമാണ്. ഈ ഷാഫി മദ്ഹബ് എന്ന് പറയുന്ന ഈ ഗ്രന്ഥത്തിൽ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ എഴുതിയ ഈ ഗ്രന്ഥത്തിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എഴുതി വെച്ചത് നിങ്ങൾ കേൾക്കുക. സ്വഹാബിയുടെ സ്വപ്നം രേഖയായി പരിഗണിക്കപ്പെടില്ല. അബ്ദുല്ലാഹിബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ സ്വപ്നം മാത്രം ബാങ്കിന് തെളിവായി പണ്ഡിതന്മാർ അംഗീകരിക്കാതിരിക്കാൻ ഇതാണ് കാരണം. അവിടെ സ്വപ്നത്തോട് യോജിച്ചു വന്ന വഹിയാണ് യഥാർത്ഥത്തിൽ തെളിവാകുന്നത്. മുഗ്നിയിലും നിഹായിലും ഇത് സംബന്ധിച്ച് പറഞ്ഞത് ശ്രദ്ധേയമാണ്. അപ്പോൾ ഇതിന്റെ മുകളിലെ പാരഗ്രാഫിൽ പറയുന്നത് അമ്പിയാക്കന്മാരുടെ സ്വപ്നം തെളിവാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകനെ അറുക്കാൻ സ്വപ്നം കണ്ടതാണ്, അത് തെളിവാണ്. തൊട്ട് താഴെ പറയുന്നു സ്വഹാബിയുടെ സ്വപ്നം രേഖയായി പരിഗണിക്കപ്പെടില്ല. അതിന്റെ അർത്ഥം സ്വഹാബികൾ മോശാനാണോ? കാരണം ദീൻ എന്ന് പറഞ്ഞാൽ വഹിയാണ്. ആ വഹി റസൂലുള്ളാഹിക്കാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഒരു സഹാബി സ്വപ്നം കണ്ടു എന്ന് പറയുന്നത് അത് ദീനിൽ തെളിവല്ല എന്ന് ഷാഫി മദ്ഹബ് എന്ന ഗ്രന്ഥത്തിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി പോരെങ്കിൽ നിങ്ങൾ കേട്ടോളൂ. പേരോടിന് നമ്മളോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഈ സ്വപ്നം എന്ന് പറയുന്നത് ദീനിൽ തെളിവാണോ അല്ലേ എന്ന് ഇനി പേരോട് പറയട്ടെ. ഏത് ഉസ്താദ് ഉറക്കിൽ വന്ന് പറഞ്ഞാലും, ഉസ്താദിന്റെ ഉസ്താദ് വന്ന് പറഞ്ഞാലും, ഏത് വലിയന്റെ കോലത്തിൽ വന്ന് പറഞ്ഞാലും, ഒരു മനുഷ്യന്റെ കോലത്തിൽ വന്ന് പറഞ്ഞാലും സ്വീകരിക്കാൻ വകുപ്പില്ല. കാരണം അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് എന്താണെന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട്, പരിശുദ്ധ ഖുർആനിലുണ്ട്, ഇമാമികളെ കിതാബുകളിലുണ്ട്. അത് തള്ളിയിട്ട് ഒരു സ്വപ്നത്തെയും മാനദണ്ഡമാക്കാൻ പാടില്ല. അത് ശൈത്താനിന്റെ കുതന്ത്രമാണ് കേട്ടോ. ഇക്കാര്യം ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം നവവി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്തുള്ള എല്ലാ ഇമാമിങ്ങളും അവരെ കിതാബുകളിൽ ഇക്കാര്യം എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഞാൻ എന്റെ സാധാരണക്കാരെ ഓർമ്മപ്പെടുത്തുകയാണ്. സാധാരണക്കാരെ ഓർമ്മപ്പെടുത്താണ്. എന്ത് സ്വപ്നം ഇസ്ലാമിൽ മാനദണ്ഡമാക്കാൻ പറ്റില്ല. എന്നിട്ട് അത് വന്ന കിതാബുകൾ നേരത്തെ ഷാഫി മദ്ഹബ് നഗരത്തിൽ മുഗ്നിയുടെയും നിഹായിയുടെയും പേര് പറഞ്ഞതുപോലെ മഹാന്മാരായ ആളുകൾ അവരുടെ കിതാബുകൾ എഴുതി വെച്ചിട്ടുണ്ട്. സ്വപ്നം മാനദണ്ഡമാക്കാൻ പറ്റില്ല. നമ്മുടെ നാട്ടിൽ മുസ്ലിയാക്കന്മാർക്ക് ഒരു 2 മണിക്കൂർ സംസാരം ഉണ്ടെങ്കിൽ 4 സ്വപ്നവും അതിന്റെ വിശദീകരണം അത് കഴിഞ്ഞു. നിർത്തിക്കോളി. അത് സ്വപ്നം, സ്വഹാബിയുടെ സ്വപ്നം ദീനിൽ തെളിവല്ല. കാന്തപുരം ഷാഫി മദ്ഹബ് എന്ന ഗ്രന്ഥത്തിൽ ഇതാ പേരോട് സംസാരിച്ചിരിക്കുന്നു. സ്വപ്നം ദീനിൽ മാനദണ്ഡമാക്കാൻ പറ്റില്ല. സാകേല ഒരു സ്ഥലത്തൊരു ജാറം പൊന്തുകയാണെങ്കിൽ ആദ്യം ഒരാൾ സ്വപ്നം കാണും. എന്നാലും മുപ്പൊരു സ്വപ്നം കണ്ട് അപ്പോ ആ ഷെയ്ഖ് സ്വപ്നം ചോദിച്ചു, നിങ്ങൾ എന്താണ് എന്റെ കബറ് കെട്ടിപ്പോക്കാത്തത്? അപ്പൾക്ക് കെട്ടിപ്പോക്കൽ തുടങ്ങി. ഇങ്ങനെ എല്ലാ ജാറും ഉണ്ടാവല്. എന്നാൽ ഇതാ വളരെ കൃത്യമായി പേരോട് പറയുന്നു സ്വപ്നം മാനദണ്ഡമാക്കാൻ പറ്റില്ല. അത് പിശാചിന്റെ കുതന്ത്രമാണ് കേട്ടോ. ഇനി സഹോദരങ്ങളെ, നേരത്തെ കാന്തപുരം സമസ്തയാണ് ശരിയെന്നും ഔദ്യോഗിക സമസ്തയുടെ ഗ്രൂപ്പ് വിട്ട് കാന്തപുരം സമസ്തയിൽ ചേർന്നാൽ മാത്രമേ പരലോകത്ത് രക്ഷപ്പെടൂ എന്നതിന് തെളിവായി പറഞ്ഞ സ്വപ്നല്ലേ. ഇനി അപ്പറഞ്ഞ മുസ്ലിയാരും പേരോടും കൂടി രണ്ടാളും കൂടി നമ്മളോട് സംസാരിക്കട്ടെ. നമ്മുടെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, ജിദ്ദയിൽ AP ഉസ്താദിന്റെ എതിരിൽ മാത്രം പ്രവർത്തിച്ചിരുന്നൊരു വ്യക്തി. അയാൾ ഉസ്താദിനോട്
പെട്ടെന്ന് ഉസ്താദിനോട് സ്നേഹം, ഉസ്താദിന്റെ പ്രവർത്തകരോട് സ്നേഹം, ഉസ്താദിന്റെ കൂടെയുള്ളവരോട് സ്നേഹം, ഉസ്താദിന്റെ ഗ്രൂപ്പിലെ പണ്ഡിതന്മാരോട് സ്നേഹം, അവർക്കൊക്കെ കൂടി സ്വീകരണം എന്തൊക്കെ ജിദ്ദയിൽ ഏർപ്പെടുത്തിയത്ര. ഏത് ഉസ്താദ് ഉറക്കിൽ വന്ന് പറഞ്ഞാലും, ഉസ്താദിന്റെ ഉസ്താദ് വന്ന് പറഞ്ഞാലും, ഏത് വലിയന്റെ കോലത്തിൽ വന്ന് പറഞ്ഞാലും, ഒരു മനുഷ്യന്റെ കോലത്തിൽ വന്ന് പറഞ്ഞാലും സ്വീകരിക്കാൻ വകുപ്പില്ല. സ്വലാത്ത് ചൊല്ലി 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 അവസാനം അടുത്ത് ഞാനൊരു സ്വപ്നം കണ്ടു. എന്താ? ഒരു സ്വപ്നത്തെയും മാനദണ്ഡമാക്കാൻ പാടില്ല. സ്വലാത്ത് ചൊല്ലി 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 അവസാനം അടുത്ത് ഞാനൊരു സ്വപ്നം കണ്ടു. എന്താ? ഒരു സ്വപ്നത്തെയും മാനദണ്ഡമാക്കാൻ പാടില്ല. അതേക്കങ്ങ് കാലെടുത്ത് വെക്കുമ്പോൾ അവിടെ നബിയല്ല ഉള്ളത്, കാന്തപുര ഉസ്താദാണുള്ളത്. അത് ശൈത്താനിന്റെ കുതന്ത്രമാണ് കേട്ടോ. ഇക്കാര്യം ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇമാം നവവി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വലാത്ത് ചൊല്ലി 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 അവസാനം അടുത്ത് ഞാനൊരു സ്വപ്നം കണ്ടു. എന്താ? ഒരു സ്വപ്നത്തെയും മാനദണ്ഡമാക്കാൻ പാടില്ല. സഹോദരങ്ങളെ, ഇനി സ്വപ്നത്തിന്റെ വർത്താനം പറഞ്ഞ് വയലറിയാൻ വരുന്നത്. ഏത് വയല് പറഞ്ഞാൽ സ്വപ്നം, എന്തിനും തെളിവ് സ്വപ്ന, ഖുർആനും സുന്നത്തും അല്ല. അപ്പൊ കാന്തപുരം സമസ്താണ് പരലോകത്ത് വിജയിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇയാൾ സ്വപ്നം കണ്ട് റൂമിൽ ചെന്നപ്പോ അബൂബക്കർ സിദ്ദീഖൊക്കെ ഔട്ടാ, കാന്തപുരം ഉസ്താദല്ലേ ടിക്കറ്റ് എടുക്കുന്നത്. അതിന് കുറെ മനുഷ്യന്മാരെ വെച്ചിട്ട് ഈ പ്രസംഗിച്ച ആളുകൾക്ക് വ്യവസ്ഥയുടെ പേരിൽ കളവ് പറയാനാണോ മടി? ഒരു മടി ഇവർക്കുണ്ടാവില്ല. ഇനി സഹോദരങ്ങളെ, അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ, അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കാൻ തെളിവുണ്ടെന്നും ഇവർ സംസാരിക്കുന്നത് സ്വപ്നം തന്നെയാണ്. പരിശുദ്ധ ദീനിൽ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള പ്രവാചകന്മാർ കഴിഞ്ഞാൽ മറ്റാരുടെയും സ്വപ്നം തെളിവാക്കാൻ പറ്റില്ല എന്ന് ഇവരുടെ സംസാരവും രേഖയും നമ്മൾ കേട്ടു. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ ഖുർആനിലോ ഹദീസിലോ തെളിവുണ്ടോ എന്ന് ചോദിക്കുമ്പോ സാധാരണ പറയുന്ന ഒരു തെളിവുണ്ട്. ഉമർ ഖത്താബിന്റെ കാലഘട്ടത്തിൽ ഒരാള് റസൂലുള്ളാഹിയുടെ ഖബറിന്റെ അടുത്ത് പോയി മഴക്ക് തേടി. അങ്ങനെ മഴക്ക് തേടി അയാൾ തിരിച്ചുപോയി ഉറങ്ങുമ്പോ റസൂലുള്ള സ്വപ്നത്തിൽ വന്നു. അങ്ങനെ റസൂലുള്ള പറഞ്ഞു, നിനക്ക് മഴ കിട്ടാൻ പോകുന്നു, ഉമറിന്റെ അടുത്ത് പോയി നേരെ നിൽക്കാൻ പറയണം. അങ്ങനെ ഇദ്ദേഹം ഉറക്കെ എഴുന്നേറ്റപ്പോ ഉമർ ഖത്താബിന്റെ അടുത്ത് പോയി ഈ കാര്യം പറഞ്ഞു. ഉമർ പൊട്ടിക്കരഞ്ഞു. ഗാന്ധിജി പോലും ഇന്ത്യയിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഉമറിന്റെ ഭരണമാണെന്ന് പറഞ്ഞ ആ ഉമർ ഖത്താബിന്റെ ഭരണത്തെ മോശമായി ചിത്രീകരിക്കാനുള്ള ഷിയാ ബുദ്ധിയിൽ നിന്നും വന്ന ഈ വാറോല, ഉമർ ഖത്താബിന്റെ കാലത്ത് ഒരാൾ ഖബറിനെടുത്തു പോയ ഹദീസാണോ അത്? എന്താ ഹദീസ് എന്ന് പറഞ്ഞാൽ, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്, പ്രവൃത്തി, അംഗീകാരം അല്ലേ? അതിനുശേഷം ഒരാൾ നബിന്റെ ഖബറിന്റെ അടുത്ത് പോയി മഴയ്ക്ക് വേണ്ടി അള്ളാഹിനോട് ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അയാൾ ഉറങ്ങി, സ്വപ്നം കണ്ടു. സ്വപ്ന തെളിവ്. ഈ സ്വപ്നം നോക്കൂ, അലവി സഖാഫി തെളിവാക്കുന്ന രംഗം നിങ്ങളൊന്ന് കാണുക. എന്തുണ്ടായി? അതിനുശേഷം അദ്ദേഹം അതാ അല്പസമയം മയങ്ങുന്നു. സ്വപ്നത്തിൽ അള്ളാഹുവിന്റെ റസൂൽ അദ്ദേഹത്തെ ദർശിക്കുകയാണ്, അദ്ദേഹം റസൂലിനെ ദർശിക്കുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ അദ്ദേഹത്തോട് പറയുന്നു, നിങ്ങൾക്ക് വൈകാതെ മഴ ലഭിക്കും, വൈകാതെ നിങ്ങൾക്ക് മഴ ലഭിക്കും. നിങ്ങൾ ഉമറിനോട് എന്റെ അസ്സലാമു അലൈക്കും പറയണം, ഭരണത്തിൽ ചില പരിഷ്കരണങ്ങളൊക്കെ നടത്തണമെന്ന് അള്ളാഹുവിന്റെ റസൂൽ ഈ ഇസ്തിഗാസ ഖബറിൽ ചെന്ന് ആവലാതി ബോധിപ്പിച്ച വ്യക്തിയോട് പറയുകയാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അടുത്ത് പോയി മഴക്ക് തേടാൻ ആവശ്യപ്പെടുകയും അങ്ങനെ റസൂലുള്ള സ്വപ്നത്തിൽ വന്നു. അപ്പൊ സ്വപ്നമാണ് അവിടെയും. അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ യാതൊരു തെളിവും കിട്ടാതിരുന്നപ്പോ അവിടെയും മാനദണ്ഡമാക്കുന്നത് സ്വപ്നത്തെയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ യാതൊരു തെളിവുമില്ല എന്നതിന്റെ തെളിവാണ് യഥാർത്ഥത്തിൽ നാം ഈ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാന്തപുരം സമസ്തയെ സംബന്ധിച്ചിടത്തോളം ഈ വാവാട് ഒരു സംവാദത്തിന് അന്തിമ തീരുമാനത്തിലെത്തിയെന്നും ആ തീരുമാനത്തിൽ നിന്നും മുജാഹിദ് പ്രസ്ഥാനം പിന്നോട്ട് പോയി എന്നും പറയുന്ന ഈ കളവ്, ഈ നാട്ടിലെ ജനങ്ങൾക്ക് വിശദീകരിക്കാതെ അറിയുന്ന കളവ്, നേരത്തെ തീരുമാനിച്ച മധ്യസ്ഥനെ പോലും അറിയിക്കാതെ സ്വന്തമായി റൂം ബുക്ക് ചെയ്ത് അവിടെ ചെന്ന് കളിച്ചിരിക്കുന്ന ആ നാടകത്തിന്റെ യാഥാർത്ഥ്യം ഈ നാട്ടിലുള്ള ജനങ്ങൾ അറിയണം. ഇതിന്റെ പിന്നിൽ എന്താണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിന്റെ പിന്നിൽ വേറെ ചില ലക്ഷ്യങ്ങളുണ്ട്. അത് ഔദ്യോഗിക സമസ്ത ഒരു പത്രസമ്മേളനത്തിലൂടെ അറിയിച്ചിട്ടുണ്ട്. ആ ലക്ഷ്യം എന്താണെന്ന് ഔദ്യോഗിക സമസ്തക്കാർ തന്നെ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കുക ഒരു TV വാർത്തയിലൂടെ. സമസ്ത കേരള ജുംഇയ്യത്തുൽ മുഅല്ലിമീൻ എറണാകുളം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മദ്ഹൂർ റസൂൽ നബിദിന സമ്മേളനം ഞായറാഴ്ച വൈകിട്ട് ടൗൺ ഹാളിൽ നടക്കും.
സംഘടനാ പ്രസിഡന്റ് ഷൈഖുന കാളമ്പാടി, മുഹമ്മദ് മുസലിയാർ, പാണക്കാട് സയ്യിദ് മുനപ്പർ അലി ശിഹാബ് തങ്ങൾ തുടങ്ങിയ പൌരപ്രമുഖർ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സുന്നി തീവ്രതയുടെ മുഖംമൂടി അണിഞ്ഞ ചിലർ നടത്തുന്ന